പക്ഷേ എന്തോ ഒരു ഭാഗ്യം പറഞ്ഞില്ലേ, ഞാൻ ഒരു നിമിത്തമായെന്നുള്ളേ ഉള്ളൂ. ദൈവം വിചാരിച്ചു അമ്മ ഇപ്പം മരിക്കാനുള്ള ആളല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു നിമിത്തമായിട്ട് ഞാൻ ചെല്ലാൻ ഇടയായത്. പക്ഷേ പുള്ളിയാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഓടി വന്ന് അവിടെ അമ്മാന്തിച്ചിരിക്കുക, അപ്പം തന്നെ ചാടി കയറെ കൂടെ ഞാൻ പെട്ടെന്ന് അതിനകത്ത് ഇറങ്ങിയിട്ട് ആ അമ്മയെ പിടിച്ചിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നത്. പുള്ളി സംഭവം അറിഞ്ഞ ഉടനെ ഉടനെ ഇറങ്ങി കിണറ്റിലോട്ടങ്ങ് ഇറങ്ങുമായിരുന്നു രക്ഷിക്കാൻ വേണ്ടി. മറ്റൊന്നും നോക്കിയില്ല പുള്ളി. താഴെ ചെന്നപ്പോഴത്തേന് ശ്വാസം മുട്ട് തുടങ്ങി. പക്ഷേ അവിടെ ചെന്ന് അമ്മയെ ഒന്ന് തട്ടി അമ്മയ്ക്ക് അത്യാവശ്യം ഒരു ഫസ്റ്റ് എയ്ഡ് നെഞ്ചത്തൊക്കെ ഒന്ന് അമർത്തി അത്യാവശ്യമായപ്പോഴത്തേനും അമ്മയ്ക്ക് ഏമ്പക്കം വിട്ടു തുടങ്ങി. എസ് ഐ സാറാ വന്ന് ആദ്യമായിട്ട് ആ കിണറ്റിൽ ഇറങ്ങിയത്. പുള്ളി ഇന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അമ്മച്ചി അവിടെ കിടന്ന് മരിക്കതേ ഉള്ളൂ. ആ സാറ് തന്നെയാണ് അന്നേരം വന്ന് ഇറങ്ങി 3/4 മണിക്കൂറോളം അതിൻ്റെ അകത്ത് നിൽക്കുമായിരുന്നു. സാധാരണ ഒരു എസ് ഐ ചെയ്യുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ ഇത് ആ രീതി ചെയ്തിട്ടുണ്ട് പുള്ളി. അല്ലല്ല പുള്ളി ഇറങ്ങണ്ടെന്ന് പറയുന്നു. ഇതാണ് പുത്തൂർ എസ് ഐ ജയേഷ്, പോലീസിൻ്റെ ജനകീയ മുഖം. എങ്ങനെയാവണം ഒരു പോലീസ് ഓഫീസർ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, ജയേഷിനെ പോലെ ആവണമെന്ന്. 70 വയസ്സുള്ള ഒരമ്മ കിണറ്റിൽ വീണമെന്ന ഫോൺ കോൾ വഴി സ്ഥലത്തെത്തിയപ്പോൾ ജീവൻ്റെ തുടുപ്പ് കണ്ട പുത്തൂർ എസ് ഐ ജയേഷ് നടത്തിയത് മരണം മുഖാമുഖം കണ്ട ഒരമ്മയെ ജീവൻ്റെ ലോകത്തേക്ക് തിരികെ കൊണ്ടുവന്ന സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ്. രാധമ്മ എന്ന വെണ്ടാർ സ്വദേശിയ 70-കാരിയെ 3/4 മണിക്കൂറിലധികമാണ് ശ്വാസവായുവില്ലാത്ത കിണറ്റിൽ വെള്ളത്തിൽ വീഴാതെ എടുത്തുകൊണ്ട് നിന്ന് ജീവൻ നൽകിയത്. പോലീസിനെക്കുറിച്ച് നല്ലതല്ലാത്ത വാർത്തകൾ മാത്രം പരക്കുന്നിടത്താണ് ജയേഷ് എന്ന ജനകീയ എസ് ഐയുടെ മുഖം വേറിട്ട് നിൽക്കുന്നത്. കേരള പോലീസിന് തന്നെ അഭിമാനമാണ് പുത്തൂർ എസ് ഐ ആയ ജയേഷ്. ഞങ്ങൾ രാവിലെ നോർമൽ പെട്രോളിങ് ഇറങ്ങാനായിട്ട് സ്റ്റേഷനിൽ വന്ന സമയത്ത് സ്റ്റേഷനിൽ എൻ്റെ ഫോണിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സിമ്മിലൊരു വിളി വന്നു. ഒരു അമ്മ വെണ്ടാർ ഹനുമാൻ കോവിലിൽ നിന്നുള്ള ആളാണ് വിളിച്ചത്. താഴത്തെ വീട്ടിൽ എന്തോ ഒരു ബഹളം കേൾക്കുന്നു സാറേ, അമ്മ കിണറ്റിൽ വീണയാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളന്നേരം പെട്ടെന്ന് അങ്ങോട്ട് പോയി. അവിടെ എന്താ കിണറ്റിൽ വീണാന്ന് ഒരു 90% ആൾക്കാരെ നമ്മൾ ജീവനോട് കിട്ടാറില്ല. എന്താണെന്ന് പോയി നോക്കിയതിന് ശേഷം ഫയർഫോഴ്സിനെ വിളിക്കാമെന്ന് വിചാരിച്ചാണ് ഓടി അവിടെ ചെന്നത്. അവിടെ ചെന്ന സമയത്ത് മൊത്തം കാട്, കിണറിൻ്റെ മേൾ സൈഡ് മൊത്തം കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥയാണുള്ളത്. ആ കിണറാന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ, അത്രത്തോളം കാട് പിടിച്ച് കിടക്കുന്നതാണ്. അന്നേരം അതിൻ്റെ അപ്പുറത്തിരുന്ന് ആ കിണറ്റിൻ്റെ സൈഡ് മാറിയതിന് മോൻ കരയുന്നുണ്ട്, അമ്മ കിണറ്റിൽ പോയെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയ സമയത്താണ് ഈ അമ്മ ചെറിയ ഇതിനെ വെള്ളത്തിന് മുകളിൽ കിടക്കുവാണ്. നമ്മൾ വിചാരിച്ചു ജീവൻ തീർന്ന് കിടക്കുവാനും ചത്ത് പൊങ്ങി കിടക്കുന്നൊരവസ്ഥയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവരുടെ മൂക്കിൻ്റെ അടുത്തുനിന്ന് ചെറിയ കുമ്മള വരുന്നുണ്ട്. അന്നേരം നമുക്ക് തോന്നി ശ്വാസം കിട്ടാൻ അതുകൊണ്ടായിരിക്കുമല്ലോ കുമ്മള വരുന്നതെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഇറങ്ങി നോക്കാം. ആൾക്കാരും വിളിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ സാറേ ഇതിനകത്ത് ഇറങ്ങാം, ഒത്തിരി ഉപയോഗിക്കാത്ത കിണറാന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇറങ്ങിയ സമയത്താണ് എൻ്റെ അപകടം മനസ്സിലായത്. കാരണം ഒന്നും തൊടിയില്ല, തൊടി മൊത്തം ഇടിഞ്ഞിരിക്കുന്ന തൊടിയാണ്. തൊടുന്ന പൊടിയിൽ ബിസ്ക്കറ്റ് പൊടിയുന്ന പോലെ പൊടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ കേസ് മൊത്തം ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറാണ്, എയറിൻ്റെ സർക്കുലേഷൻ അറിയത്തില്ല. മൂന്നാമത്തത് താഴെ ചെന്നപ്പോഴത്തേന് ശ്വാസം മുട്ട് തുടങ്ങി. പക്ഷേ അവിടെ ചെന്ന് അമ്മയെ ഒന്ന് തട്ടി അമ്മയ്ക്ക് അത്യാവശ്യം ഒരു ഫസ്റ്റ് എയ്ഡ് നെഞ്ചത്തൊക്കെ ഒന്ന് അമർത്തി അത്യാവശ്യമായപ്പോഴത്തേനും അമ്മയ്ക്ക് ഏമ്പക്കം വിട്ടു തുടങ്ങി. അപ്പോഴത്തേനും നമുക്ക് തോന്നി രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. പക്ഷേ എനിക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം കാല് തെന്നി മറിഞ്ഞ് നമ്മൾ വെള്ളത്തിലോട്ട് വീഴാൻ പോകുന്ന അവസ്ഥയായിരുന്നു. അപ്പോഴത്തേനും മേളിൽ എൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞൊരു കയറിട്ട് തരാൻ പറഞ്ഞു. കയറിട്ട് ഞാൻ എൻ്റെ അരയ്ക്ക് കെട്ടിയിട്ട് അവരെന്നെ ബലപ്പിച്ച് പിടിച്ച് അതിനകത്ത് നിർത്തി. ഞാൻ അമ്മയെ ഉയർത്തി എൻ്റെ കൈ വെച്ചുകൊണ്ടിരുന്ന. അങ്ങനെ ഒരു റോപ്പ് വെച്ച് എന്നെ കെട്ടി നിർത്തിയേക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ട് തുടങ്ങി. അപ്പോഴത്തേനും ഞാൻ മേളിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ മേളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് തലവഴി ഒഴിച്ച് തന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ അല്ലെങ്കിൽ എനിക്കൊരു ബോധക്ഷയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നേനെ. പിന്നീട് ഫയർഫോഴ്സുകാർ വന്നിട്ട് അവർ നെറ്റ് ഇറക്കി തന്നു. ഞാൻ അവരെ നെറ്റിൽ അമ്മയെ കയറ്റി മുകളിലെത്തിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കയറി വന്നു. പറഞ്ഞ പോലെ ഞാനൊരു നിമിത്തമായെന്ന് ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഇടയ്ക്ക് നിൽക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരു 15 അടിയിലെ ലാഡർ എനിക്ക് തന്നു. ഈ ലാഡറിനെ താഴെ വെച്ച് അതിൽ ചവിട്ടി നിൽക്കാമെന്ന് പറഞ്ഞാൽ നിന്ന് കാല് തെറ്റിപ്പോകുന്നുണ്ട്. പക്ഷേ ഈ 15 അടി ലാഡർ മൊത്തത്തിൽ വെള്ളത്തിൽ താന്നു പോയി. പിന്നെ എത്രയോ അടി താഴോട്ട് വെള്ളം കിടക്കുകയാണ്. ഒരു 20-25 അടി വരെ വെള്ളം ഉണ്ടെന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറുമാണ്. അതുകൊണ്ട് അമ്മ ഇത്രയും വെള്ളത്തിൽ പോയി പൊങ്ങി ആരോ കാത്തു നിന്ന പോലെ നിന്നു. നമ്മൾ പോയൊരു നിമിത്തമായി എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പക്ഷേ എന്തോ ഒരു ഭാഗ്യം പറഞ്ഞില്ലേ, ഞാൻ ഒരു നിമിത്തമായെന്നുള്ളേ ഉള്ളൂ. ദൈവം വിചാരിച്ചു അമ്മ ഇപ്പം മരിക്കാനുള്ള ആളല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു നിമിത്തമായിട്ട് ഞാൻ ചെല്ലാൻ ഇടയായത്. പക്ഷേ പുള്ളിയാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഓടി വന്ന് അവിടെ അമ്മാന്തിച്ചിരിക്കുക, അപ്പം തന്നെ ചാടി കയറെ കൂടെ ഞാൻ പെട്ടെന്ന് അതിനകത്ത് ഇറങ്ങിയിട്ട് ആ അമ്മയെ പിടിച്ചിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നത്. 3/4 മണിക്കൂർ ഫയർഫോഴ്സ് വരുന്നവരെ അദ്ദേഹം ആ അമ്മയെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവിടെ നിന്നത്. പിന്നെ ഫയർഫോഴ്സ് വന്ന് ആ വല വേണമല്ലോ, ആ വല വന്ന് എടുത്ത് പിന്നെ അദ്ദേഹത്തിന് കയറി വരാൻ പോലും വടത്തെ കൂടെ വട വിട്ട് കൊടുത്ത് ഞങ്ങൾ പിടിച്ച് കയറ്റുക. കയറി വന്ന് ഓക്സിജൻ കിട്ടിയില്ല, അത് ഓക്സിജൻ ഇല്ല. പുള്ളി അതിന് മേളിൽ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഞങ്ങൾ വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോയത്.
നല്ല മനുഷ്യനാണ്, അടിപൊളിയാണ്. പിന്നെ പുത്തൂർ SI പുള്ളി ഇറങ്ങി ഫയർഫോഴ്സൊക്കെ വന്നു, ഇതിൻ്റെ നാട്ടുകാരുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. SI ഇന്നലെ ഇറങ്ങി എടുത്ത് ഞാൻ കാണുന്നത്. പുള്ളി വളരെ നല്ല രീതിയിൽ ഇത് എടുത്തത്. പിന്നെ പുള്ളി ഒരുപാട് ഇതായി അതിനകത്ത്. കിണറ്റിൽ നിന്ന് കയറി വന്ന് ജീവൻ രക്ഷിച്ചിട്ട് ഇവിടെ തറ കിടക്കുമായിരുന്നു. പുള്ളി ഒരുപക്ഷെ അന്നേരം സമയത്ത് ഇറങ്ങിയില്ലായിരുന്നു, ചിലപ്പം ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. സാധാരണ ഒരു SI ചെയ്യുന്ന നമ്മളിത് കണ്ടിട്ടില്ല, ഇതുപോലെ ഇത് ആ രീതി ചെയ്തിട്ടുണ്ട് പുള്ളി. SI സാറാ വന്ന് ആദ്യമായിട്ട് ആ കിണറ്റിൽ ഇറങ്ങി അദ്ദേഹം രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചത് അദ്ദേഹമാണ്. കിണറ്റിൽ ഇറങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ ഫയർ സ്ക്യൂബും ഫയർഫോഴ്സും ഒക്കെ വന്നത് അദ്ദേഹമാണ് ഇറങ്ങിയത്. മറ്റ് കയറൊക്കെ ഇട്ട് കൊടുത്ത് വലയിൽ കയറ്റി അദ്ദേഹമാണ് എല്ലാം രക്ഷപ്പെടുത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം നല്ല ഉഷാറായിട്ടാണ് ഇറങ്ങിയതും കയറി വന്ന് അദ്ദേഹമാണ് എല്ലാം ചെയ്തത്. പട്ടിയെ അവിടെ ചത്ത് കിടന്നതാണ്, ആ ഒരു മനുഷ്യനും എടുക്കാൻ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. അങ്ങനെ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹമാണ് വന്നത്, മാറ്റിയതും എടുത്തതും എല്ലാം ചെയ്തതും എല്ലാം. ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഫയർഫോഴ്സ് വന്ന് പൊക്കി വലയിട്ട് കൊടുത്ത് അതിനകത്ത് ഇട്ട് പൊക്കി കയറ്റിയത് അദ്ദേഹമാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചെന്നാലും പിടിച്ച് കയറ്റിയതും എല്ലാം എടുത്തു. അദ്ദേഹം ആദ്യം ശ്രമിച്ചത് അദ്ദേഹമാണ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത്, അതുകൊണ്ട് രക്ഷപ്പെട്ടത്. SI നല്ല ഒരു മനുഷ്യനാണ്. ഏതൊരു ആവശ്യം വിളിച്ച് പറഞ്ഞാലും അപ്പോഴേ വരും. കഴിഞ്ഞ ആഴ്ച തന്നെ പാണ്ഡവ വെച്ചാണെങ്കിൽ ഒരു പട്ടി ഉറുക്കിയാടി 2 പേരെ ആക്സിഡൻ്റായിട്ട് കിടന്നു. അവിടെ നാട്ടുകാരെല്ലാം വന്നിട്ട് തിരിഞ്ഞു പോയതേ ഉള്ളൂ. ഒരു ബസ്സുകാരൻ വന്ന് എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നപ്പം ആംബുലൻസ് അവിടെ കിടന്ന് ഒരു ആംബുലൻസ് വിളിച്ചിട്ട് വന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഉടനെ SI സാറിനെ വിളിച്ചു. SI സാർ പറഞ്ഞു ഉടനെ വരാമെന്ന് പറഞ്ഞു. ഇവിടെ ആംബുലൻസ് ഇല്ലാതെ ചെറുപയ്യെന്ന് ആംബുലൻസ് വരുത്തി സാറിവിടെ വന്നാണ് ആശുപത്രി എത്തിച്ചത്. ഇത്രയ്ക്ക് നല്ല മനുഷ്യനാണ്. പുള്ളി ഇന്ന് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അമ്മച്ചി അവിടെ കിടന്ന് മരിക്കതേ ഉള്ളൂ. ആ സാറ് തന്നെയാണ് അന്നേരം വന്ന് ഇറങ്ങി 3/4 മണിക്കൂറോളം അതിൻ്റെ അകത്ത് നിൽക്കുമായിരുന്നു. സാറിന് ശാസ്താംകോട്ടയിൽ വന്നത്, ഇവിടെ ഫയർഫോഴ്സ് ഇല്ലായിരുന്നു. പിന്നെ ശാസ്താംകോട്ടയിൽ വന്നത്. അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇറങ്ങി സാറ് പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വളരെ സന്തോഷം. അമ്മയ്ക്ക് കുഴപ്പമില്ലെന്നാണ് അറിഞ്ഞത്. വിളിച്ചപ്പോൾ ഇപ്പോഴും ഫയർഫോഴ്സുകാർ അറിയിച്ചത് കുഴപ്പമില്ലെന്നാണ്. അവർ ഓടിയെത്താനുള്ളൊരു സമയം വരെ അമ്മയെ വെള്ളത്തിൽ ഉയർത്തി നിർത്താമെന്നുള്ളതായിരുന്നു എൻ്റെ റിസ്ക്. കാല് ചവിട്ടി നിൽക്കാനൊക്കത്തില്ല, തെറ്റിപ്പോവുകയും ചെയ്യും. അമ്മയെ 2 കൈയിൽ ഉയർത്തി വെച്ച് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ചെയ്തു. ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഇങ്ങനൊരു സാഹചര്യത്തിൽ എന്നെ അവിടെ എത്തിക്കാനും അതുപോലെ അമ്മയെ രക്ഷിക്കാനും കഴിഞ്ഞതിന് ദൈവത്തിന് നന്ദി. പോലീസ് ഞാൻ പറഞ്ഞു, ഞങ്ങൾ പോലീസായാലും ഫയർഫോഴ്സ് ആയാലും ഒറ്റ ആപ്തവാക്യമാണ്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. ഒരു ജീവൻ നമ്മുടെ മുമ്പിൽ പൊലിയുകയാണെങ്കിൽ നമുക്ക് ജീവനുണ്ടെങ്കിൽ ആ ജീവൻ രക്ഷപ്പെടുത്താൻ നോക്കണം എന്നുള്ളതാണ് ഫയർഫോഴ്സിലെ ബാലപാഠങ്ങളിൽ എനിക്ക് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതേ അവസ്ഥ തന്നെയാണ് പോലീസിലും. നമ്മുടെ മുമ്പിൽ ഒരിക്കലും ഒരമ്മയുടെ ജീവൻ പൊലിയരുതെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇത്രയും റിസ്ക് ആയാലും നമുക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം വളരെ സപ്പോർട്ടീവായിട്ട് എൻ്റെ മേളിൽ നിന്നതുകൊണ്ടാണ് എൻ്റെ ജീവനും രക്ഷപ്പെട്ട് മേളിൽ കയറാൻ പറ്റിയത്. നമ്മളിന്ന് കൃത്യസമയത്ത് വെള്ളം ഒഴിച്ച് എനിക്ക് എയർ സർക്കുലേഷൻ കറക്റ്റാക്കി തരികയും അതുപോലെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് റോപ്പ് ഇറക്കി തന്ന് അതിനെ കിട്ടാനുള്ള സൗകര്യമാക്കിയതും ഫയർഫോഴ്സ് വരുന്നവരെ എൻ്റെ കൂടെ നിരന്തരം മേളിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ താഴെ നിൽക്കാൻ പറ്റിയത്. പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു നിമിത്തം ഭാഗ്യം.